ദൈവത്തിന്റെ വന്നിരുന്നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന ഈ വലിയൊരു സന്ദർഭത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വൈഫ് സാക്ഷി പറഞ്ഞതുപോലെ അനേക വർഷങ്ങളായി ഈ ചർച്ചിൽ കടന്നു വരുവാനും ഒരുമിച്ച് ആരാധിപ്പാനും ശുശ്രൂഷിപ്പാനൊക്കെ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചൊല്ലുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താനുദാസൻ പാസ്റ്റർ അഖിൽദാസിന്റെ ഫ്രണ്ടാണ്. ഇവിടെ വരുന്നതിന് മുൻപേ ഹൂസ്റ്റണിലായിരുന്നല്ലോ. കർത്താനുദാസിനെയും കുടുംബത്തെയും ജോർഡിച്ചാനെയും കുടുംബത്തെയും ഉള്ള വിശ്വാസികളെ എല്ലാവരെയും വന്ദനം ചെല്ലുകയാണ്. പ്രത്യേകിച്ച് പ്രിയ മകൻ ഡോക്ടർ ടോണിയും ഷീബയും ഇന്ത്യയിൽ കടന്നു പോകുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി വളരെ സന്തോഷം. കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സഭയുടെ പ്രാർത്ഥന സ്നേഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും ശുശ്രൂഷകൾക്കും അനുഗ്രഹമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. സമയം വളരെ മുമ്പോട്ട് പോകുന്നല്ലോ. നമ്മുടെ സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ആ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് ORE നിന്ന് പഠിക്കാൻ വന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് വളരെ സന്തോഷം തോന്നി. റിയലി അപ്രീഷിയേറ്റ്. അവരുടെ നിങ്ങള് അന്യരാജ്യം വിട്ട് നമ്മുടെ രാജ്യം വിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ ആരാധിപ്പാൻ ദൈവം തരുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും നല്ല ഭാവി തരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാറ്റിലുപരിയായി ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു വലിയ ഇമ്പാക്ട്, ഈ ലോകത്തൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. സാധാരണ ഒരു വ്യക്തിയായി ജീവിപ്പാൻ വേണ്ടിയല്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രണ്ട് സാധനങ്ങളുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സുഖമില്ലാതെ അസുഖമായിട്ട് പനിയൊക്കെ ഉണ്ടായാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്, തെർമോമീറ്റർ എന്ന് പറയും. മെഡിസിനൊക്കെ പഠിച്ചൊരു ഡോക്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. പനി ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം എന്തുവാ? തെർമോമീറ്റർ. എന്നാൽ ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട് വേറെ, ഈ ഭിത്തിയില് തെർമോസ്റ്റാറ്റ് തോണ്ടിരിക്കുന്ന സാധനം, തെർമോസ്റ്റാറ്റ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തെർമോമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ പനി അളക്കുന്ന ടെമ്പറേച്ചർ, ഊഷ്മാവ് അളക്കുന്ന ഒരു മെഷീനാണ്. എന്നാൽ അത് ഊഷ്മാവ് അളക്കുന്നതല്ല, ഊഷ്മാവ് കൺട്രോൾ ചെയ്യുന്നതാണ്. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കൾ ഈ സഭയുടെ ആത്മീയ നിലവാരം നിങ്ങൾ അനുഭവിച്ചിട്ട് പോകുകയല്ല, നിങ്ങൾ നിയന്ത്രിക്കുന്നവരായി മാറണം. ദൂത മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെറും ഒരു സാധാരണ വിശ്വാസിയായി വന്നിരുന്നിട്ട് യോഗം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഇന്നത്തെ പാട്ട് ശരിയായില്ല, പ്രസംഗം ശരിയായില്ല, ആരാധന ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് പോകുക തെർമോമീറ്റർ അല്ല. ഇന്ന് രാവിലെ കാലത്തെ ആരാധനയുടെ അന്തരീക്ഷം മാറ്റുവാൻ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏത് യോഗത്തിന് പോയാലും ഏത് കൂട്ടായ്ക്ക് പോയാലും നമ്മുടെ തെർമോമീറ്റർ ആകരുത്, തെർമോസ്റ്റാറ്റായിട്ട് മാറണം. നമുക്കറിയാം, വായിക്കണ്ട, 1 പുസ്തകം 18-ാം അധ്യായത്തില് ഓബദ്യാ പറയുകയാണ്, 50 പ്രവാചകന്മാരെ വീതം 2 ഗുഹകളിൽ ഒളിച്ച് ആഹാരം കൊടുക്കുക. അവരും 100 പേരുണ്ട്. 100 പേരും എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെർമോമീറ്ററാ. പിന്നെ ഏലിയാവ് ചൂരച്ചയുടെ കീഴിൽ കിടന്നപ്പോൾ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേര് എനിക്കുണ്ട്. പക്ഷെ അവരാർക്കും അറിയത്തില്ല, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തെർമോമീറ്ററാ. എന്നാൽ ആ കാലഘട്ടത്തിൽ ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. അത് 1 രാജാക്കന്മാരുടെ 17-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. ഏലിയാവിന് മനസ്സിലായി, ഈ അന്തരീക്ഷം പോരാ, ഈ ആത്മീയ നിലവാരം പോരാ. ഈ നിലവാരം ഈ കാലഘട്ടത്തിൽ ആക്കിയിരിക്കുന്ന ജനം ഇങ്ങനെ ജീവിപ്പാൻ വേണ്ടിയല്ല, സത്യദൈവത്തെ സേവിക്കുന്ന, ഞാൻ സേവിച്ചു വരുന്ന ദൈവത്തിന്റെ യഹോവയാണ്. ഞാൻ പറഞ്ഞില്ലാതെ ഈ നാളുകൾ മഞ്ഞും മഴ ഉണ്ടാകത്തില്ലെന്ന് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്ന ഏലിയാവുമാരെ ഈ കാലഘട്ടത്തിൽ എഴുന്നേൽക്കട്ടെ. സ്തോത്രം. ഇവിടെ നേരത്തെ കർത്താനുദാസൻ ശുശ്രൂഷിച്ചപ്പോ പറഞ്ഞതുപോലെ കപ്പലിലെ യാത്രയിൽ 276 പേരുണ്ട് മൊത്തം പേര്. മെലിത്ത ദ്വീപിൽ കടന്നു ചെന്നപ്പോൾ അവർക്കൊരു തീ കൂട്ടമുണ്ടാക്കി. ബർബരന്മാരായ ആളുകൾ തീ കായാൻ വേണ്ടി തീ കൂട്ടി. 275 പേരും ചുറ്റുമിരിക്കുക തീ കാഞ്ഞുകൊണ്ട്. അതിലൊരു മനുഷ്യൻ മാത്രം തെർമോമീറ്ററായിട്ട് മാറി, തെർമോസ്റ്റാറ്റായിട്ട് മാറി. ഈ തീ പോരാ. ആരാ? ദൈവത്തിന്റെ ദാസനായ പൗലൂസ് എഴുന്നേറ്റ് തീ ആളിക്കത്തുന്ന രീതിയിൽ പിന്നെയും അതിലേക്ക് തീയിടുകയാണ്, വിറകിടുകയാണ്. ഇന്ന് രാവിലെ കാലം കടന്നു വന്ന്
വെറുതെ ഒരു ആത്മീയ നിലവാരത്തിൽ കൈയടിച്ചൊരു പാട്ട് പാടിയിട്ട് ഇന്ന് കടന്നു പോകുകയല്ല. ഇന്ന് രാവിലെ കാലം എന്റെ ജീവിതത്തിൽ ഈ സഭയുടെ ആത്മീയ അന്തരീക്ഷം മാറ്റുന്ന, ഇതിന്റെ നിലവാരം മാറ്റുന്ന, ഇന്ന് രാവിലെ കാലം ദൈവത്തെ ആരാധിക്കുന്ന അന്തരീക്ഷത്തിൽ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളെ, നന്മകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം തരുന്ന അവസരങ്ങളെ ഓർത്ത് നന്ദിയുള്ളവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക്. Clap your, give a clap offering unto the Lord. Hallelujah. നിങ്ങളുടെ ഒരു സ്തുതി, ഒരു സ്തോത്രം, ഒരു ആരാധന, ഒരു പ്രാർത്ഥന, ഒരു പാട്ട് നമ്മുടെ അന്തരീക്ഷം മാറ്റണം. ആമേൻ. നമ്മൾ വായിച്ചായ വേദഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. 14-ാം വാക്യം, എഫേസ്യ ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ദൈവത്തിന്റെ ദാസനായ പൗലൂസ് എഫേസ്യത്തിലുള്ള സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഉറങ്ങുന്നവരെ ഉണരുക, ഉണരുക, എഴുന്നേൽക്കുക. ഇന്ന് രാവിലെ കാലം നിങ്ങൾക്ക് നൽകാനുള്ള ദൂതാണ്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി ഒന്ന് ഉണരണം. ദൈവത്തിന്റെ വചനത്തിലുടനീളം ഉറക്കത്തെ കാണിക്കുന്നത് പിന്മാറ്റത്തെയാണ്. ഉറക്കം കാണിക്കുന്നത് പിന്മാറ്റത്തെയാണ്. പിന്മാറ്റത്തെ, ഉറങ്ങിയുള്ള ദോഷങ്ങളൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട്. ദലീലയുടെ മടിയിൽ തലവെച്ചുറങ്ങിയതായ ശിംശോന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയി. ചൂരച്ചുഴലിൽ കിടന്നതായ ഏലിയാവ് നിരാശപ്പെട്ടു പോയി. ദൈവത്തിന്റെ ദാസനായ യോനയുടെ ദൈവം അരുളപ്പാട് പറഞ്ഞു, പക്ഷേ അവൻ കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പിന് യേശു തന്റെ ശിഷ്യന്മാരോടൊക്കെ പറഞ്ഞു. പക്ഷെ ധരിച്ചു വന്നു നോക്കിയപ്പോൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഒരിക്കൽ ദൈവത്തിന്റെ ദാസനായ പൗലൂസ് ഒരു യാത്രയപ്യോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു, ഉറങ്ങി താഴെ വീണ് മരിച്ചുപോയി. ഉറങ്ങിയാൽ പല കുഴപ്പമുണ്ട്. ഉറങ്ങിയാൽ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. ഉറങ്ങിയാൽ ശക്തി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു മനുഷ്യൻ വിത്ത് വിതച്ചു, പോയി കിടന്ന് ഉറങ്ങി, ശത്രു വന്നു കള വിതച്ചു, അപ്പോൾ കള വിതയ്ക്കാൻ സാധ്യതയുണ്ട്. ഉറങ്ങിയാൽ വിളക്കിലെ എണ്ണ കുറയാൻ സാധ്യതയുണ്ട്. ഇന്ന് രാവിലെ കാലം ഇവിടെ കടന്നിരിക്കുന്ന ദൈവമക്കൾ ആത്മീയമായി ഉണർത്തപ്പെടാനാണ് ഇന്ന് രാവിലെ കാലം കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ശാരീരികമായ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന്റെ ആലയത്തിൽ വരുമ്പോൾ ഇന്ന് രാവിലെ ഉണർവോടെ ദൈവത്തെ ആരാധിക്കുന്ന ചില ജീവിതങ്ങൾ ഇവിടെ ഉള്ളത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകൾ ഉണർത്തപ്പെടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. റൈസ് അപ്പ് സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. ഞായറാഴ്ച രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് ക്ഷീണിച്ച് തളർന്നൊക്കെ ഇരിക്കുന്ന അനുഭവങ്ങളുണ്ട്. ശാരീരികമായ ഉറക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു വാക്യം എടുത്ത് വായിച്ചോണം. ഇപ്പോഴും ഒരു വാക്യം ഒന്ന് വായിച്ച സോങ്സ് ഓഫ് സോളമൻ ചാപ്റ്റർ 5:2. സമയം ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചൊന്ന് അണ്ടർലൈൻ ചെയ്തേര്. സോങ്സ് ഓഫ് സോളമൻ ചാപ്റ്റർ 5:2. എടുത്തിട്ടൊന്ന് വായിച്ച് സഹായിക്കാമല്ലോ. ഒന്നുകൂടെ ഒന്ന് വായിച്ച് ഉറക്കുമ്പോൾ, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. ഇന്ന് രാവിലെ കാലം ദൈവമക്കൾ ശാരീരികമായ ക്ലേശം ഇടുന്ന് ഉറങ്ങിപ്പോയാലും ഹൃദയം ഉണർന്നിരിക്കണം. എന്റെ അരുമമണവാളന്റെ വരവ് എപ്പോഴാണെന്ന് അറിയത്തില്ല. അവന്റെ ശബ്ദം എപ്പോഴാണ് കേൾക്കുന്ന അറിയത്തില്ല. അവൻ വാതിക്കൽ മുട്ടുന്ന എപ്പോഴെന്ന് അറിയത്തില്ല. പ്രിയതമന്റെ ശബ്ദം കേൾക്കുവാൻ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. റൈസ് അപ്പ്, ഉറങ്ങുന്നവരെ ഉണരുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുന്നു. രാവിലെ കാലം ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട്. അങ്ങനെയുള്ളവരൊന്നും ഉറങ്ങിയും മയങ്ങിയിരിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ കാലം ഹൃദയത്തിൽ ഉണർവുണ്ടാവണം, ഒരാത്മീയമായ ഉത്തേജനം ഉണ്ടാകണം. ആ ഉണർവിന് വേണ്ടി വാഞ്ചിക്കുന്ന, ആഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇന്ന് രാവിലെ കാലം ഇവിടെ ആരാധനയ്ക്ക് വന്നതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉറങ്ങുന്നവരെ ഉണരുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്തോത്രം. ആരും ഉറങ്ങരുത്. ഒരു പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരാളൊന്ന് ഉറങ്ങുന്നുണ്ട്. അടുത്തിരുന്ന പയ്യന്റെ ഒക്കെ പറഞ്ഞ് അവരൊന്ന് ഉണർത്താന്. അവൻ പറഞ്ഞ എനിക്ക് മനസ്സില്ല, യു പുട്ട് ഹിം സ്ലീപ്പ്, യു വേക്ക് ഹിം അപ്പ്. പ്രസംഗിക്കുന്ന ആളാ ഉറക്കി, അതുകൊണ്ട് ഞാൻ ഉണർത്തത്തില്ല. ഉറക്കിയ ആളെ ഉണർത്താൻ പറഞ്ഞു. ഇന്ന് ഞാൻ ഉറങ്ങത്തുമില്ല, ഒരു കുഞ്ഞുങ്ങളെ ഉറക്കത്തുമില്ല.
ഇന്ന് രാവിലേക്കാൾ ഉണർത്തപ്പെടുന്നതിന് വേണ്ടിയാ ദൈവം നമ്മളിവിടെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു ഊർജ്ജം നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരിക്കണം, ഒരു ആവേശം ഉണ്ടായിരിക്കണം. അത് കൈയടിച്ച് പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ദൈവത്തിന്റെ വചനം കേട്ട് നമ്മുടെ അകത്തെ മനുഷ്യർ ശക്തിയോടെ പുതുകി ഉണർവോടെ കൂടെ, ഒരു ഉത്തേജനത്തോടെ, ഒരു ശക്തിയോടെ കൂടെ, ഒരു ആവേശത്തോടുകൂടെ മടങ്ങി പോകുവാൻ ഇന്ന് രാവിലെ കാലം കർത്താവ് ഇടിയാക്കട്ടെ. ഉറങ്ങുന്നവരെ ഉണരുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അടുത്തത് കാണുന്നത് 15-ാം വാക്യം. ഒന്ന് വായിച്ചേ, 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടാണ് നടക്കുവാൻ നോക്കുവിൻ. ഇന്ന് പകൽക്കാലത്തെ ചിന്താ വിഷയം, മൈ മെസ്സേജ്, ഹൗ ടു വാക്ക് വൈസ്ലി ഇൻ ദിസ് ജനറേഷൻ. ഇന്ന് പകൽക്കാലത്തെ ചിന്താ വിഷയം അതാണ്. ഈ തലമുറയിൽ നമുക്ക് എങ്ങനെ ബുദ്ധിമാന്മാരായി ജ്ഞാനികളായി നടക്കുവാൻ കഴിയും? അതൊക്കെ ആഗ്രഹമില്ലയോ? യു ഹാവ് ദ ഡിസയർ ഹൗ ടു വാക്ക് വൈസ്ലി ഇൻ ദിസ് ജനറേഷൻ. ഈ തലമുറയിൽ നമുക്ക് എങ്ങനെ ജ്ഞാനിയായി നടക്കുവാൻ കഴിയും? ഈ ലോകത്തിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ജ്ഞാനിയായി ജീവിപ്പാൻ വേണ്ടിയാണ്. നിങ്ങൾ നല്ല പരിജ്ഞാനമുള്ളവരായിരിക്കണം. ദൈവമക്കൾ നല്ല ജ്ഞാനികളായിരിക്കണം. എങ്ങനെ ജ്ഞാനിയായി നടക്കാൻ കഴിയും? ദൈവത്തിന്റെ ദാസനായ പൗലൂസ് തന്നെ അവിടെ താഴെ അതിനുള്ളതായ ദൂത് നൽകുന്നുണ്ട്. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് നമുക്ക് ധ്യാനിക്കാം. അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്ന 3-4 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഇരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. എങ്ങനെ ജ്ഞാനിയായി നടക്കുവാൻ കഴിയും? ഈ ദുഷ്കാലമാകിയാൽ സമയം, ആരാ ജ്ഞാനി? സമയം തക്കത്തിൽ ഉപയോഗിക്കണം. എടോ വല്ലത് കൈ കൊടുത്തിട്ട് പറ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പറ, മുഖത്തോക്കി ചിരിച്ചോണ്ട് കൈ കൊടുത്ത് പറ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. യൂസ് ദ ടൈം വൈസ്ലി. ആരാ ജ്ഞാനി? സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന വ്യക്തികളാ. ഇന്ന് രാവിലെ കാലം നിങ്ങൾ മിടുക്കരാ, നിങ്ങൾ ജ്ഞാനികളാ. കാരണം അലസരായി മടിയരായി ചർച്ചയിൽ കിടക്കാൻ, വീട്ടിൽ കിടക്കാതെ ഇന്ന് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ നമ്മുടെ മധ്യത്തിലുള്ളത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധിക്കേണ്ട സമയത്ത് ദൈവത്തെ ആരാധിക്കണം. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം തരുന്ന അവസരങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഒരു ചെറിയ ആയുസേ ഉള്ളൂ. ഡോണ്ട് വേസ്റ്റ് ഇറ്റ്, ഇൻവെസ്റ്റ് ഇറ്റ്. ഇൻവെസ്റ്റ് യുവർ എനർജി, ഇൻവെസ്റ്റ് യുവർ ടാലന്റ്, ഇൻവെസ്റ്റ് യുവർ മണി, ഇൻവെസ്റ്റ് യുവർ ഓൾ ദി എബിലിറ്റീസ് ദ ലോർഡ് ഹാസ് ഗിവൺ യു. ദൈവമക്കളുടെ ഒരു കാര്യം ഓർത്തു വേണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് മാത്രമേ ദൈവത്തിന്റെ കണക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ പ്രതിഫലമുള്ളെന്ന്. അല്ലാത്തതെല്ലാം വെറും മട്ടപൂജ്യമാണ്. Whether you like it or not, whether you believe it or not, that's a fact. അതിലൊന്നും വലിയ വിലയൊന്നുമില്ല. ഒരു നല്ല ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദൈവത്തിന്റെ ദാസനായ മോശ. അത് നമ്മൾ വായിക്കുന്ന എക്സോഡസ് ചാപ്റ്റർ, വായിക്കണ്ട, ചാപ്റ്റർ 2:1 മോശ ജനിക്കുന്നത്. മോശ ജനിച്ച് ആ 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമായപ്പോൾ അവൻ മിസ്രൈമിൽ ഒരുത്തനെ തല്ലിക്കൊന്നിട്ട് ഓടിക്കളഞ്ഞു. അപ്പൊ എത്ര വയസ്സായി? എത്രാമത്തെ വയസ്സിലാണ് ഓടിയ? പറമോനെ, 40 years. 40 വർഷം മിസ്രൈമിലെ സകല വിദ്യ പഠിച്ചതും, കൊട്ടാരത്തിൽ ചാപ്പാട് അടിച്ചതും, യുദ്ധം പഠിച്ചതും, യുദ്ധം ചെയ്തതും, സകല അഭ്യാസവും സകല മിടുക്കും പഠിച്ചതും മുഴുവനും എല്ലാം കൂടെ എത്ര വാക്യത്തിലുണ്ട്? പറ. 15 വാക്യത്തിൽ. തല്ലിക്കൊന്ന ശേഷം അവിടുന്ന് അവനെ പേടിച്ച് അവന് ഓടിപ്പോയി. അവൻ മിദ്യാനി പോയി ഒരു പുരോഹിതന്റെ വീട്ടിൽ പാർത്ത് അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചു. 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം അവനെ വിളിച്ചു. അത് എണ്ണി നോക്കിയാലും 15 വാക്യേ ഉള്ളൂ. അപ്പോ കൊട്ടാരത്തിൽ ചെലവഴിച്ചതായ 40 വർഷം എത്ര വാക്യത്തിൽ ഒതുങ്ങി? പറഞ്ഞ മക്കള് 15. അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ചതോ? അതും 15 വാക്യേ ഉള്ളൂ. എന്നാൽ ദൈവം വിളിച്ചു കഴിഞ്ഞോണ്ടേ അവസ്ഥ മാറി. പിന്നെ കാണുന്ന 4 പുസ്തകം സത്യം പറഞ്ഞാൽ മോശയുടെ ചരിത്രമാണ്. ഇന്ന് രാവിലെ കാലം ദൂത് മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി കഴിഞ്ഞാൽ പിന്നെ നീ നിന്നെ ചരിത്രമാക്കാൻ മാറ്റാൻ എന്റെ ദൈവത്തിന് പ്ലാനുണ്ട്. എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാവിലെ കാലം നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ മിടുക്കല്ല. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ കാര്യങ്ങളിൽ എന്റെ സമയം ചേർന്നിരിക്കുവാൻ ദൈവമേ, നിന്റെ ഹിതത്തിന്, നിന്റെ പ്ലാന്, നിന്റെ പദ്ധതിക്ക്, നിന്റെ ശുശ്രൂഷയ്ക്ക്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ കാര്യങ്ങളിൽ
ഒരു ഉപയോഗിക്കുന്ന വ്യക്തിയെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ള കാര്യം ഇന്നും ലോകം കണ്ടിട്ടില്ല. നിങ്ങളെ ചരിത്രം വായിച്ച് പഠിക്കാനല്ല, നിങ്ങളെ ചരിത്രമാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ചിലർക്ക് ഒരു ചരിത്രം അറിയത്തില്ല. ഒരു കൂട്ടം ആൾക്കാർ ഭൂമിയിൽ ഒരു ചരിത്രം അറിയത്തില്ല. രണ്ടാമതൊരു കൂട്ടരുണ്ട് ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കും. മൂന്നാമതൊരു കൂട്ടരുണ്ട് ചരിത്രം സൃഷ്ടിക്കും. ഇന്ന് രാവിലെ കാലം വീക്കാൽ ചരിത്രത്തിൽ ആരാധിക്കാൻ വന്നവള് ചരിത്രം അറിയാത്തവരുണ്ടായിരിക്കാം, ചരിത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഇന്ന് രാവിലെ കാലം ഒരു ദൂത നിങ്ങളൊക്കെ പറയാം, നിങ്ങളെ ഓരോരുത്തരെയും വരും തലമുറ കർത്താവിന്റെ വരവ് ആവശ്യമെങ്കിൽ നിങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു വീരപുരുഷൻ വീക്കാൽ ചർച്ചിൽ, ഒരു പ്രാർത്ഥനാ വീരൻ, ഒരു സുശേഷയുടെ ആത്മാവിൽ ആരാധിക്കുന്ന വിശുദ്ധന് വേണ്ടി വിശുദ്ധിക്ക് വേണ്ടി നിലകൊണ്ടതായ ഒരു വ്യക്തി ഉണ്ടെന്ന്. യൂസ് യുവർ ടൈം വൈസ്ലി. നിങ്ങളുടെ സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചും നിങ്ങൾ അറിവുള്ളവരായിരിക്കണം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്ക്. ലഭിക്കുന്ന സമയം ദൈവത്തിന്റെ വചനത്തിന്റെ പാരായണത്തിന്, ദൈവത്തിൽ ഉപവസിക്കുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്താലും സമയത്തിന്റെ കണക്ക് വരെ ദൈവത്തിൽ ബോധിപ്പിക്കേണ്ടി വരും. You have to give an account for your time. ആത്മാക്കളെ നേടുവാൻ, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി എത്ര പേർക്ക് പ്രവർത്തിപ്പാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്? രാവിലെ കഴിഞ്ഞ ഹൃദയ പരമാർത്ഥ മനസ്സുകളെ ഉണർത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന്റെ ദാസനായ പൗലൂസ് പറയുന്നത് എന്തുവോ, ലോകത്തിലെ PhD കാരനല്ല ജ്ഞാനി, സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവരാണ്. രണ്ടാമത്തെ ചിന്ത, how to walk wisely in this world. Number 1, use your time wisely. രണ്ടാമത്തെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. Who is the wise man in the presence of the Lord? The person who do the will of God. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ ദൈവത്തിന്റെ ജ്ഞാനി. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം ദൈവമക്കളെ, നമ്മുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. 143 സങ്കീർത്തനം 10 വാക്യമാണ്. ദൈവത്തിന്റെ ദാസനായ ദാവീദ് പറയുക, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. രാജാവ് കൊട്ടാരമുണ്ട്, അധികാരമുണ്ട്, ചെങ്കോലുണ്ട്, കിരീടമുണ്ട്, സിംഹാസനമുണ്ട്, അധികാരമുണ്ട്, പണമുണ്ട്. പക്ഷേ തന്റെ ആഗ്രഹം അതൊന്നുമല്ല, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ഈ രാജ്യത്താക്കിയിരിക്കുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്ത് നമ്മുടെ ഹിതപ്രകാരം ജീവിക്കുവാനല്ല. ഒരു ചെറിയ ആയുസേ ഉള്ളൂ. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഇഷ്ടം ചെയ്ത് നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ എനിക്ക് കൃപ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. യേശു ഈ ഭൂമിയിൽ വന്നത് തന്നെ തന്റെ ഇഷ്ടം ചെയ്യാനല്ല. He always repeatedly said, I came here to do the will of God. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ദൈവത്തിന്റെ വേല തികയ്ക്കുന്നതായി എന്റെ ഇഷ്ടം. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാ. ഇന്ന് രാവിലെ കാലം ദൈവത്തിൽ നമുക്ക് പറയാം, കർത്താവേ നിന്റെ ഇഷ്ടം എന്താണെന്ന്. എന്നെ കുറിച്ച്, എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ച്, എന്റെ വിവാഹത്തെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച്, എന്റെ ബിസിനസ്സിനെ കുറിച്ച്, എന്റെ ജോലിയെ കുറിച്ച്, അല്ല എന്റെ ശുശ്രൂഷയെ കുറിച്ച് നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറ്റുവാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയപ്പെടുന്ന പറയുന്നതായ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാ ജ്ഞാനി? ഒരു ഭക്തന് പ്രകാരം പറഞ്ഞു, അത് തമ്മിലെ വ്യത്യാസം ഇതാണ്. നമ്മൾ സാധാരണയായി നമ്മുടെ ആവശ്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി ദൈവത്തിനെ കൊടുക്കുക, അപ്രൂവലിന് വേണ്ടി, സാങ്ഷൻ ചെയ്തു തരാൻ. നമ്മുടെ ഭാവി, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ വിവാഹം, നമ്മുടെ ബിസിനസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കരങ്ങളിൽ എഴുതി കൊടുത്തിട്ട് നമ്മൾ അപ്രൂവൽ വാങ്ങിക്കുക. അതല്ല ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടം, ആ ഭക്തൻ പറഞ്ഞത്, ഒന്നും എഴുതാത്ത ഒരു പ്ലെയിൻ പേപ്പർ ദൈവത്തിന്റെ കൈ കൊടുത്തിട്ട് എന്നെ കുറിച്ച്, എന്റെ ഭാവിയെ കുറിച്ച്, എന്റെ തലമുറയെ കുറിച്ച്, എന്റെ ബിസിനസിനെ കുറിച്ച്, എന്റെ ശുശ്രൂഷയെ കുറിച്ചുള്ളതായ ഹിതം നീ എന്നെ അറിയിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ല ഹിതം, ഏറ്റവും നല്ല പ്ലാന്. അതിന് തെറ്റ് വരത്തില്ല, അതിന് മിസ്റ്റേക്ക് വരത്തില്ല, അതിന് പാളിച്ച ഉണ്ടാകത്തില്ല, അതിന് പണനഷ്ടം ഉണ്ടാകത്തില്ല. ഇന്ന് രാവിലെ കാലം വിശ്വസിക്കുന്ന ദൈവമക്കളെ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തോടെ പ്രാർത്ഥിക്കുക, കർത്താവേ നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറ്റണം.
want to be in the perfect will of God. ദൈവത്തിന്റെ പൂർണ്ണഹിതത്തിലായിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നേട്ടം. ആരാ ജ്ഞാനി? ലോകപ്രകാരം MA PhD കാരനല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവനാ ജ്ഞാനി. ആരാ ജ്ഞാനി? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് ജ്ഞാനി. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ദൈവത്തെ പ്രസാദിപ്പിച്ച് മുന്നേറുവാൻ ഇന്ന് രാവിലെ കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുക. മൂന്നാമത്തെ ചിന്ത, പെട്ടെന്ന് മുമ്പോട്ട് പോകാം. വീഞ്ഞു കുടിച്ച് മത്രയാകരുത്. കേട്ടോ, വീഞ്ഞു കുടിച്ച് മത്രയാകരുത്. ദൈവമക്കൾ ആരും മദ്യപിക്കാൻ പാടില്ല, വീഞ്ഞു കുടിക്കാൻ പാടില്ല. എല്ലാവരും ഓർത്തണോ അത്? അങ്ങനെ ആരെങ്കിലും അമേരിക്ക ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോംപ്രമൈസ്, ഇവിടെ സോഷ്യൽ ഡ്രിങ്കിങ് ഒക്കെ അലൗഡ് എന്നൊക്കെ പറയുന്നൊരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. സോഷ്യൽ ഡ്രിങ്കിങ്, വിശുദ്ധിയില്ല, വേർപാടില്ല, ഒന്നുമില്ല. ഒരിക്കൽ ഒരു ദൈവദാസന് ശുശ്രൂഷിക്കാൻ വേണ്ടി ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക, ഫസ്റ്റ് ക്ലാസ്സിൽ ടിക്കറ്റിലിരിക്കുക, ഫസ്റ്റ് ക്ലാസ്സിൽ ഇരിക്കുക. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ ഹെയർ ഹോസ്റ്റസ് വന്ന് വൈൻ കൊണ്ടു കൊടുത്തു. വൈൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. നോ താങ്ക്സ്. അപ്പൊ അവര് വിചാരിച്ചു കൊടുത്ത് ഈ പാത്രത്തിന്റെയോ അല്ലെങ്കിൽ ഈ ഗ്ലാസിന്റെ കുറവുണ്ടാകും, അതുകൊണ്ട് അവര് പോയി വേറെ നല്ല ബെറ്റർ പാത്രത്തില് ഒരു ബെറ്റർ ഗ്ലാസ്സില് നല്ല ടൈപ്പ് വൈൻ കൊണ്ടു കൊടുത്തു. കുടിച്ചാലും he said no, go and give it to your pilot. കൊണ്ടുപോയി നിങ്ങളുടെ പൈലറ്റിന് കൊടുക്കാൻ പറഞ്ഞു. No, he cannot drink, he is on duty. അവൻ പറഞ്ഞു I am 24/7 in duty. എന്റെ യജമാനന്റെ ഡ്യൂട്ടിയിലാ ഞാന്. മനസ്സിലായോ? എന്നെ അയച്ചവന്റെ ഡ്യൂട്ടിയിലാ ഞാൻ. എനിക്ക് കുടിക്കാനൊക്കത്തില്ല. ഇന്ന് രാവിലെ കാലം വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്നാൽ ദൈവമക്കൾക്ക് കുടിപ്പാൻ അതിന് പകരം തന്നിട്ടുള്ള ഒരു പാനീയമുണ്ട്, അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കാലം അത് അനുഭവിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കാര്യങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുക്ക്. ആത്മാവ് നിറഞ്ഞവരായി, ഹല്ലേലൂയ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. എന്നാൽ ഞാൻ ദുർനടപ്പുണ്ടാകുമെന്നാൽ ഇന്ന് രാവിലെ കാലം ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളാൽ, സ്തുതികളാൽ, ആത്മീയ ഗീതങ്ങളാൽ ദൈവത്തെ ആരാധിക്കട്ടെ. പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു ലേബലോ ഒരു ഫ്ലെക്സ് ഒട്ടിച്ചൊട്ടിക്കുന്നതോ ഒരു ഇത് ബോർഡർ അടിച്ചൊട്ടിക്കുന്നൊന്നുമല്ല. ഇറ്റ്സ് എ എക്സ്പീരിയൻസ്. ഇന്ന് രാവിലെ കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ചോദിക്കട്ടെ, എത്ര പേർ ഇന്ന് രാവിലെ കാലം ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തെ ആരാധിച്ചു? I am an old-time Pentecostal preacher. I believe in the Holy Spirit. I believe in speaking in other tongues. ഞാൻ വിശ്വസിക്കുന്ന ഒരു പെന്തക്കോസ്റ്റ് ചർച്ച ആണെന്ന് മനെ. യെസ്. ഇന്ന് രാവിലെ കാലം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാവ് നിറഞ്ഞവരായി രാവിലെ കാലം ആത്മാവിന്റെ നിറവോടെ അന്യഭാഷകളോടെ എന്റെ ദൈവത്തെ ആരാധിക്കുന്ന അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഇന്ന് രാവിലെ കാലം നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന ആത്മീയരായ അഭിഷേക്തരായി തീരട്ടെ. I was enjoying the worship morning this morning. I really appreciate. ചുമ്മാ ടാലന്റ് കാണിക്കുന്ന ഞഞ്ഞാ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് പാടുന്നതല്ല. ദൈവമക്കൾ ആത്മാവ് നിറയെ ആരാധിക്കണം. ടൂണിച്ച് മോശമായാലും സാരമില്ല, ദൈവം തന്ന ശബ്ദം കൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതമാണ്. ഇന്ന് രാവിലെ കാലം നമ്മുടെ മുഖത്തിന്റെ മ്ലാനതയൊക്കെ ഒന്ന് മാറും. മോൻ പറഞ്ഞ് രാവിലെ വന്നിരിക്കുന്ന ആൾക്കാരെ മൗനമായിരിക്കാതെ മ്ലാനമായിരിക്കാതെ ചിരിക്കാൻ പറഞ്ഞു. ആർക്കും ചിരിക്കാൻ വയ്യ. അവൻ അനേക നാളുകളായി ഇത് ഉപയോഗിക്കാത്ത മസിലായതുകൊണ്ട് വർക്ക് ചെയ്യുന്ന പോലും ഇല്ല. ഇപ്പൊ ഇത്ര നാളായി ചിരിച്ചിട്ട് ടെൻഷൻ, വീട്ടിലെ ടെൻഷൻ, വാട്ടിലെ പിള്ളേരുടെ ടെൻഷൻ, ജോലിയിലെ ടെൻഷൻ. എന്നാ ദൈവസ്ഥലം വരിക്കുമ്പോ അതൊന്നും ചിരിക്കും. അവരെ ചിരിക്കുന്ന പാപമാണെന്നാ? നോ. സ്വർഗത്തെ വസിക്കുന്നവൻ പോലും ചിരിക്കുന്നു. ഇന്ന് രാവിലെ കാലം പ്രസന്ന മുഖമായിട്ടിരിക്കെ കൈ കൊടുത്തിട്ട് പറ, let's smile, Jesus loves you. പറ. പിന്നെ ഇത് വെള്ളക്കാട് ഇറച്ചി മാത്രമല്ല, മലയാളികളൊക്കെ ദിവസം 10 പ്രാവശ്യം പറയണം. ഈ മുഖം മ്ലാനമായിട്ടിരിക്കാതെ ഒന്ന് ചിരിക്ക്, ഒന്ന് സന്തോഷം, പരിശുദ്ധാത്മാവിലെ സന്തോഷം. ഹല്ലേലൂയ. ഭക്ഷണമല്ല ദൈവരാജ്യം, ഭക്ഷണമല്ല പാനീയമല്ല, പരിശുദ്ധാത്മാവിലെ സന്തോഷമാ നമ്മുടെ മധ്യത്തിൽ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു അഗ്നി അഭിഷേകം ഈ ദിവസങ്ങൾ ദൈവം അയക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കൾ നമ്മുടെ മധ്യത്തിൽ ഉള്ളത് ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Yesterday evening we were experiencing the tangible spirit of God. എത്ര പേരെ അനുഭവിച്ചു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം
ഈ 3.5 വർഷക്കാലം ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് യേശു പറഞ്ഞില്ല പോയി പ്രസംഗിക്കാൻ, നിങ്ങൾ പോകുന്നും വേണ്ട, നിങ്ങൾ വിട്ടിരിക്കാൻ പറഞ്ഞു. പിതാവിനോട് കേട്ടതായ വാക്തത്തിന് വേണ്ടി നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം. കാരണം എന്താ? പഠിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ഏറ്റവും നല്ല ഗുരു യേശുവില്ലയോ? യേശുവിനെക്കാട്ടി നല്ല പഠിപ്പിൽ അധ്യാപകർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരു അധ്യാപനം ഇല്ല ലോകത്ത്. കാരണം he himself is the word. John chapter 1, Gospel of John chapter 1 verse 1. In the beginning there was word and the word was God and the word. അപ്പൊ അത് ജഡമെടുത്ത് ഈ ഭൂമിയിൽ പാർത്ത് അവന്റെ ശിഷ്യന്മാരെ 3.5 വർഷം പഠിപ്പിച്ചെങ്കിൽ പഠിപ്പീരുകൊണ്ട് മാത്രമായില്ലെന്ന് യേശുവിന് മനസ്സിലായി. പ്രസംഗം വേണം, ദൈവവചനം പഠിക്കണം. അതിന്റെ കൂടെ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, കൃപാവരങ്ങളെ കൈകാര്യം ചെയ്യുന്ന സഭയായി തീർന്നാൽ മാത്രമേ സഭ വളരത്തുള്ളൂ. ന്യൂ ജനറേഷൻ ചർച്ചിനെ കണ്ട് പിന്നെ കുറ്റം പറയണമെന്നും കാര്യമില്ല. ചുമ്മാ ഞായറാഴ്ച രാവിലെ വന്ന് ഉറങ്ങി തൂങ്ങി എഴുന്നേറ്റ് പോയ സഭയിലൊന്നും ആരും വരത്തില്ല. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ പോയാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അവിടെ വിടുതലുണ്ട്, അവിടെ സൗഖ്യമുണ്ട്. സഭ ഉള്ളിടത്തെ കഴുക്കൾ കൂടത്തുള്ളൂ. എവിടെ ആത്മീയ വിടുതലുണ്ട്, എവിടെ സന്തോഷമുണ്ട്, ആത്മീയ കൃപാവരങ്ങൾ എവിടെ ജ്വലിപ്പിക്കുന്ന സഭയുണ്ട്, അങ്ങനെ ഒരു സഭയായി ബീക്ക സഭയെ തീർക്കട്ടെ. ഇവിടത്തെ അതിരുകളെ ദൈവം വിസ്താരപ്പെടുത്തട്ടെ. പുതിയ ആത്മാക്കളെ ദൈവം തരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ഇവിടെ വരുന്നവർ രോഗികൾ സൗഖ്യമാകട്ടെ. ചില നിമിഷങ്ങളെ കാര്യങ്ങളെ അടിച്ച് അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്ക്. ആത്മാവ് നിറഞ്ഞവരായി ഇന്ന് രാവിലെ കാലം കൃപാവരങ്ങൾ ജ്വലിക്കട്ടെ. കൃപകളാൽ നിറഞ്ഞ വരങ്ങളാൽ നിറഞ്ഞ ഒരു സഭയാക്കി ദൈവം തീർക്കട്ടെ. പാട്ട് പാടുമ്പോൾ മാത്രമല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും. ഹല്ലേലൂയ. എന്റെ കുട്ടിക്കാലത്ത് ഞാനൊരു പെന്തിക്കോസ് ഫെയ്ത്തോമി ജനിച്ചോളുന്ന ഒരു ഉപദേശിയുടെ മോനാണ് ഞാൻ. ഐ എം സൺ ഓഫ് എ പാസ്റ്റർ. അവനെ ഞങ്ങൾ വിളിക്കുന്നത് പി കെ എന്നാ, പാസ്റ്റേഴ്സ് കിഡ്. പാസ്റ്റേഴ്സ് കിഡ്. പി കെ എല്ലാം കൈപൊക്കിക്ക്. ഇത്രയും പി കെ വിടുന്നിട്ടാണോ ഇത് പമ്മി ഇരിക്കുന്നേ? ഇത്രയും പി കെ വിടുന്നവരൊക്കെ ഇനി ഇവിടെ പാസ്റ്റർമാരിപ്പുണ്ട്. വലിയൊരു നിര സാക്ഷികൾ, വലിയ സമൂഹം പോലെ പാസ്റ്റർമാർ ഇന്നിരിക്കുന്നു. അവര് കൈവക്കത്തില്ല സാറിന്. പാസ്റ്റർമാരെല്ലാം സ്തുതിപ്പിച്ചേ പഠിച്ചിട്ടുള്ളൂ, അവര് സ്തുതിക്കത്തില്ല. കുറഞ്ഞ പക്ഷം പാസ്റ്റേഴ്സിന്റെ കിഡെങ്കിലും. ഞാൻ ഇരിക്കുന്ന മുഴുവൻ പിടിയേരി പ്രൊഡക്റ്റാ. ഇപ്പോഴത്തെ ജനറേഷന് പിടിയേരി എന്ന് പറഞ്ഞാൽ എന്തോ അറിയാമയ്യ. ഇത് മുഴുവൻ പിടിയേരിയ. അതുകൊണ്ടാ ഇത്രയും ഊർജം. വല്ലതും പിടി കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ കുട്ടിക്കാലത്ത് ഈ ബെയ്ത്തോമില് ഞാൻ ഉദ്ദേശിച്ച മോനാണ് ഞാനായി പാടുന്നേ. ഈ പുൽപ്പ അച്ഛാ അറിയാം. യോ, എന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ അവിടുത്തെ ടീനേജറാ, ഞാൻ അവിടുത്തെ കൊച്ചു കുഞ്ഞുവാ. അച്ഛൻ കുഞ്ഞല്ല, ഞാൻ ടീനേജറല്ല പറഞ്ഞേ. അച്ഛൻ അവിടുത്തെ ടീനേജറാ, ഞാൻ കൊച്ചു കുഞ്ഞുവാ. എന്റെ ഫാദർ ആ സഭയുടെ പാസ്റ്റർ 8 വർഷമായിരുന്നു. ശലോമി മാമ വിളിച്ചപ്പോ മാമ എന്റെ ജോലിയായി കൊച്ചുനാളിൽ പായിടുന്നേ. പുൽപ്പായിന്റെ പേരേ ഉള്ളൂ, അതിനകത്ത് ഒരു പായുമില്ല. എല്ലാം ഞങ്ങൾ നുള്ളി പറിച്ച് അടുത്തിരിക്കുന്ന എന്റെ ഉടുപ്പെല്ലാം കൂട്ടിക്കെട്ടി. പുൽപ്പായൊന്നുമില്ല, പിന്നെ ഉള്ളത് എടുത്തിടുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഓല മേഞ്ഞതാ, പൊട്ടിയ തമ്പേറ. അതിന്റെ തോല് മാറ്റാൻ പോലും പൈസയില്ല. അത് ഞങ്ങൾ ഈ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ച് കുത്തിക്കെട്ടിയൊക്കെ വെച്ചേക്കുക. അതാണ് അടിക്കുന്നേ. സൗണ്ട് സിസ്റ്റവും ഇല്ല, സൗണ്ടും ഇല്ല, ഋതവും ഇല്ല. ചില പാട്ടുകാലത്ത് ആത്മാവിലാക്കാൻ വേണ്ടി ഋതം കൂട്ടിയിടാൻ പറഞ്ഞു കേട്ടോ. കൂട്ടിക്കോ. അങ്ങനെ നല്ല ആത്മാവ് വരുന്നേ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടുള്ളത് 10, 20, 25 വിശ്വാസികൾ വന്നുള്ളെങ്കിലും അവർ മുട്ടുമ്പിൽ നിന്ന് ആത്മാവിൽ ആരാധിക്കുന്നുണ്ടേ. ഇവിടെ സ്വർഗം ഇറങ്ങി വരും. ഇവിടെ 2500 പേര് പാടിയാൽ ശബ്ദം വെളിയിൽ കേൾക്കത്തില്ല. അവിടെ 25 പേര് വീഴാൻ ഇടിമുഴക്കം പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ. കാരണം അവർക്ക് ലഭിച്ചായ ശബ്ദം കൊണ്ട് അവിടെ മുഴുവൻ ബലത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരും. അങ്ങനെ നമ്മുടെ സഭകളൊക്കെ കെട്ടിപ്പടുന്നത് പണം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം കൊണ്ടാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തുതി കേൾക്കാണ്ട് ഉയർന്ന പോലെ ഉയരണം.
എന്റെ കുട്ടിക്കാലത്ത് 25 പേരുടെ 25 പേരും ഇതുപോലെ സ്തുതിക്കുന്നേ. ഇന്ന് 50 പേരുടെ ഒരാൾ സ്തുതിക്കും, 49 ഒരാൾ നോക്കും പുള്ളിക്ക് എന്താ പറ്റുന്നു. ആ പരുവത്തിലായി. പക്ഷെ എന്റെ കുട്ടിക്കാലത്ത് നേരെ തിരിച്ചാ. 50 പേരാണെന്ന് വിചാരിച്ചു. ഒരുത്തം മിണ്ടായിരിക്കുന്നത് 49 പേരും ആത്മാവിൽ നിറഞ്ഞവർ ഇവനെ നോക്കും. ഇവന് പാപിയാ, ഇവൻ അഭിഷേകം പ്രാപിക്കാത്തവനാണ്. എല്ലാവരും 49 പേരുടെ അവനെ നോക്കും. ഇന്ന് സംഗതി നേരെ തിരിച്ച് 49 പേരുടെ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ സ്തോത്രം പറയുന്നത് നോക്കും. ഇവർക്ക് എന്താ പറ്റി? ആ പരുവത്തിലായി. നോ, ഓരോ വിശ്വാസികളും സെഹിയോൻ മാളിമുറകളിറങ്ങിയ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, അവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകൾ ദൈവത്തെ ആരാധിച്ചു. അത് നിന്നു പോയിട്ടില്ല, ഇന്നിവിടെ വ്യാപരിക്കുന്ന ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉണ്ടാകും, എന്നാൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കണം. Who is the wise man? ആരാ ജ്ഞാനി? സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നവൻ. ആരാ ജ്ഞാനി? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ. ആരാ ജ്ഞാനി? ആത്മനിറവൻ ജീവിതം പ്രാപിച്ചവൻ. വായിച്ചാട്ട് മോനെ, 20-ാം വാക്യം വായിച്ച പെട്ടെന്ന് നിർത്തിട്ട്. എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തോളൂ. ആരാ ജ്ഞാനി? എ പേഴ്സൺ ഹൂ ഗീവ് താങ്ക്സ് ഫോർ എവറിത്തിങ്. തുറന്ന സ്തോത്രം പറയാത്ത പുള്ളികളുണ്ട്. നമ്മുടെ മലയാളി അമേരിക്ക വന്ന് ഞാൻ 40-41 വർഷമായിട്ട് അമേരിക്ക പറക്കുന്ന ആളാണ്. എന്റെ അഭിപ്രായത്തെ ഞാൻ പറയാം. ഈ അമേരിക്ക വന്ന മലയാളി പഠിക്കാത്ത 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെള്ളക്കാർ ആരാധിക്കുന്ന പോലെ ആരാധിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. ഇവനെപ്പോഴും കൈ അവിടെ അപ്പുറം നോക്കി ഇപ്പുറം നോക്കി. വെള്ളക്കാരാണെങ്കിൽ ആരാധിക്കുന്നതിനെ മുമ്പിലുള്ള കണക്കാനോ വീഴാനോ ദൈവത്തെ ആരാധിക്കാനോ അത് നമ്മൾ വേണ്ടതുപോലെ പഠിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ നന്ദി വേണ്ടതുമില്ല, നന്ദിയില്ല. ഒരു നന്ദിയുള്ള ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തുള്ളൂ. ദൈവം ചെയ്ത ഉപകാരങ്ങൾ വല്ലതും ഉണ്ടോ? ദൈവം തന്ന നന്മകളും ഉപകാരങ്ങളൊക്കെ ഓർക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. ഒന്നുമില്ലായ്മയുടെ കാലത്ത് ദൈവത്തെ സേവിക്കാനൊക്കെ ദൈവം ഇറങ്ങി പുറപ്പെട്ട് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. എന്നാൽ ഇവിടെ വന്ന് നല്ല കാറുകൾ, നല്ല വാഹനങ്ങൾ, നല്ല ജോലി, നല്ല നന്മകൾ, നല്ല അനുഗ്രഹങ്ങൾ, നല്ല തലമുറകൾ എല്ലാം ദൈവം തന്നിരിക്കുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കണം. നന്ദിയില്ലാത്തൊരു ഹൃദയമായിട്ടുള്ള ദൈവത്തിന് ഇരിക്കേണ്ടത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ ആളുകള് നന്ദി കരുതത്തില്ല, താങ്ക് യു പറയത്തില്ല. ഭർത്താവ് എടുക്കാൻ പറയണം, ഭാര്യ എടുക്കാൻ പറയണം, പാർഷ എടുക്കാൻ പറയണം, എല്ലാവർക്കും നന്ദി പറയണം. താങ്ക് യു എന്ന് പറയാൻ പഠിക്കണം. നമ്മുടെ നാട്ടിൽ ആളുകൾ പറയത്തില്ല അങ്ങനെ. നമ്മുടെ നാട്ടില് ഒരു ചർച്ചിൽ ചെന്ന് നമുക്ക് ഇവിടെ എല്ലാത്തിനും നന്ദി പറയും. അങ്ങോട്ടിരുന്നു ഒരു കസേര ഇട്ട് തന്നു, താങ്ക് യു. ഒരു ഗ്ലാസ് വെള്ളം തന്നു, താങ്ക് യു. നമ്മുടെ നാട്ടിൽ ഒരു 10 കസേര വായിച്ചു കൊടുത്താൽ താങ്ക് യു പറയത്തില്ല. അവൻ പറയും 10 കസേര തന്നില്ല. അമേരിക്ക വന്നിട്ട് 10 കസേര വാങ്ങിച്ചു തന്നെ, കൂടുതൽ വാങ്ങിച്ചു തന്നെ പുറകുറുക്കും. ഇതുപോലെ നമ്മുടെ സ്വഭാവം. ലഭിച്ചതിന് സ്വത്രം പറയാം. ലഭിച്ച ഭാര്യയ്ക്ക്, ലഭിച്ച ഭർത്താവിന്, ലഭിച്ച കുഞ്ഞുങ്ങൾക്ക്, ലഭിച്ച നന്മകൾക്കൊക്കെ സ്തോത്രം പറയാൻ പഠിക്കണം. നന്ദിയില്ലാത്തൊരു ഹൃദയം. ഇസ്രായേൽ മക്കളുടെ ഏറ്റവും വലിയ കംപ്ലൈന്റ് അവർ പുറകുറുക്കുന്നവരായിരുന്നു. അവർ മുറിവുറുക്കുന്നവരായിരുന്നു. അവർ മർമർ ചെയ്യുന്നവരായിരുന്നു. ഇന്ന് രാവിലെക്കാലം ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്ന ആരാ ജ്ഞാനി? ലഭിച്ച നന്മകൾക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു നിമിഷം നന്ദി കഴിച്ച് give a praise, give a thanks unto the Lord. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളെ അടക്കുവാൻ നോക്കുകയും. ആരാ ജ്ഞാനി? എ പേഴ്സൺ ഹൂ യൂസ് ദ ടൈം വൈസ്ലി. ആരാ ജ്ഞാനി? ഹൂ ഇസ് ദ വൈസ് മാൻ? ഇസ് ദ പേഴ്സൺ ഹൂ ഡു ദ വിൽ ഓഫ് ഗോഡ്. ഹൂ ഇസ് ദ വൈസ് മാൻ? ഈസ് ദ പേഴ്സൺ ഹൂ ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹൂ ഇസ് ദ വൈസ് മാൻ അക്കോർഡിംഗ് ടു ഗോഡ്? എ പേഴ്സൺ ഹൂ ഗീവ് താങ്ക്സ്. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി തന്നെ നടക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം കൃപത്തിന് വേണ്ടി ദൈവത്തോടെ പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒരു ജ്ഞാനിയാക്കി തീർക്കണമേ. കർത്താവേ, ഈ ലോകപ്രകാരം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും, വലിയ ലോകജ്ഞാനം ഒന്നുമില്ലെങ്കിലും
ദൈവത്തിന്റെ സ്ഥലം ഞാൻ ജ്ഞാനിയാണല്ലോ. നിന്റെ ഹിതപ്രകാരം, നിന്റെ പ്ലാൻ പ്രകാരം, നിന്റെ ശിഷ്ടപ്രകാരം എന്റെ ജീവിതം നയിപ്പാൻ ഒരു കൃപ തരണമെന്ന് വാ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എവരിബഡി പ്രേ അൺടു ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചാട്ടെ. രമന ജലധര ജരഗദന ബലഗധര റെബനെ ആൽഖമന ധിയാരഗർത്തന. നമ്മൾ കേട്ട ആ വചനത്തിനോട് ചേർന്ന് അത് ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുത്ത് വായുകളെ തുറന്ന് പകൽ ഒരു തെർമോമീറ്ററായിട്ട് ഇരിക്കാനല്ല, പക്ഷെ അന്തരീക്ഷത്തെ തിരിക്കുന്ന ഒരു തെർമോസ്റ്റാറ്റായി പരിശുദ്ധാത്മാവ് ഈ സഭയുടെ ആത്മീയ നിലവാരത്തെ മാറ്റുന്നതിന് മനയാലകർത്തിനി ഘടക ജലാർദ്ദന ചരാതിരി വടകതരകഥനാദികൾ കരതി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ വായുകളെ തുറന്ന് അല്പസമയം വായുകളെ